മൻസൂർ അവിടെ ഇതുണ്ടോ? ജസ്റ്റ് ഒന്ന് മേലെ ഒരു ഇത് കാണും, മൈക്കിൻ്റെ ഐക്കണം, അതൊന്നില്ലേ എനേബിൾ ചെയ്താൽ മതി. ഓക്കെ 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 ഓക്കെ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഷോപ്പിലാണ് ഉള്ളത്? ഷോപ്പിലെ ഷോപ്പ് അടച്ചിട്ടില്ല. ആണോ? വർക്കെല്ലാം എങ്ങനെയുണ്ട്? വർക്ക് ഉണ്ട്, അത്യാവശ്യം ഡീലർ വർക്ക് ഉണ്ട്. ഡീലർ വർക്ക് ഉണ്ട്. അതിന്റെ ഉണ്ട്. പിന്നെ നമ്മളെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ വന്നിട്ട് മൈക്രോസ്കോപ്പും ടൂളൊക്കെ മേടിച്ച് വെച്ചിട്ട് പൈസ വർക്കെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ വർക്കിന്റെ തിരക്കും കൂടെ ഉണ്ട്. രാത്രി ഇരുന്ന് ചെയ്യും? ഇല്ല, ഒരു 9 വരെയൊക്കെ ആകുമ്പോ അടയ്ക്കും, ക്ലോസ് ചെയ്യും. ഇന്നിപ്പോ ഇതായതുകൊണ്ട് ഇവനെ സൈഡിൽ കസ്റ്റമർ ഇല്ല, അതുകൊണ്ട് എനിക്ക് കുറച്ച് ദിവസം കൊണ്ടേ, അതായത് ഈ CPU കംപ്ലൈന്റ് പോലത്തെ ഈ ആൻഡ്രോയിഡ് സെറ്റിന്റെ കാര്യമാണോ ചോദിക്കണേ? കുറെ ഏട്ടൊക്കെ വരുന്നുണ്ട്, ഡെറ്റിലാ വരാറ്. CPU അതായത് ഒരു 200 വരെയൊക്കെ ബൂട്ട് പോയിട്ട് തിരിച്ച് ഒരു 140 വന്ന് സ്റ്റക്കായി നിൽക്കുവാണ്. അത് എന്റെ അടുത്ത് EMMC ചെയ്യുന്ന ബോക്സ് ഇല്ല. അപ്പൊ നമുക്ക് CPU ചെയ്യാണ്ട് തന്നെ അത് EMMCയുടെ ആയിരുന്നോ എന്ന് അറിയാൻ പറ്റും. പറഞ്ഞു അത് ടൂൾ വേണം. ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് CPU ചെയ്യാണ്ട് തന്നെ അറിയാൻ പറ്റും. ഇപ്പൊ നമുക്ക് EMMC ചെയ്യാൻ പറ്റിയ ഇപ്പൊ നിലവിൽ ബെസ്റ്റ് ടൂൾ ഏതാണ്? JTAG ആണ്. EMMC UFS JTAG. ഒരു ഫ്ലാഷ് 64നെ കുറിച്ച് കേൾക്കുന്നുണ്ടല്ലോ, അത് പുതിയ ലേറ്റസ്റ്റ് വന്നതാണ്. അതിപ്പോൾ പറയാൻ പറ്റില്ല, അങ്ങനെ അപ്ഡേറ്റും കാര്യങ്ങളും എങ്ങനെ അറിയില്ല. ഇപ്പോൾ വന്ന ടൂളാണ്. അപ്പോൾ ചിലപ്പോൾ അത് പെട്ടെന്ന് JTAG ഒഫീഷ്യൽ ആയതുകൊണ്ട് തന്നെ നല്ല ലോ ഇതുണ്ടാവും. നമുക്കിപ്പോൾ സാധാരണ കുറേ വർഷമായി, പിന്നെ Z3Xൻ്റെ കമ്പനിയാണ്, അതുകൊണ്ട് ബാക്ക് സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവും. അതേപോലെ തന്നെ ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റും. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. EFIയിൽ സപ്പോർട്ട് ചെയ്യില്ല. EFIയിൽ 2.2 വരെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ EFS. ഞാൻ പിന്നെ അന്ന് ഒരു റാമിന്റെ സംശയം ചോദിച്ചിരുന്നില്ല, അത് ഞാൻ വേറൊരു റിയൽമിക്കകത്ത് പോക്കോന്റെ തെറ്റൊന്ന് എടുത്തിട്ടപ്പോ ശരിയായി. അത് സെറ്റിലെ കമ്പനി എന്ന് പറയുന്നത് 6GB ആണ്, ഞാൻ ഇട്ടത് 8GB ആണ്. 8GB അതിന് ഓക്കെ കാണിക്കുന്നുണ്ട്. 8GB 8GB ഇട്ട് സ്പീഡായി. പിന്നെന്താ മറ്റേ അങ്ങനെ കൊറേ സെറ്റുകൾ ഇങ്ങനെ ഈ ഒരു 140 50 സ്റ്റക്കായിട്ട് വരുന്നത് ഇപ്പൊ വരുന്ന ഏകദേശം ഏറ്റവും EMMCന്റെ ഇഷ്യൂ കൊണ്ടാണ് വരുന്നുള്ളത്. എന്തായാലും EMMCന്റെ ടൂൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, കൺഫേം ചെയ്യാൻ പറ്റും. ഓക്കെ. ഷഫീഖ്, എന്തായി? സെറ്റ് എന്തായി? പിന്നെ M30 പറഞ്ഞ സെറ്റ് അത് അതിനകത്ത് വരുന്നില്ല, പുറത്ത് പണിഞ്ഞിട്ട് വന്നതാ, ഗ്രാഫിക്സ് ഇല്ല. അപ്പൊ അതിനകത്ത് മറ്റേ LDOയ്ക്ക് 2 LDOന്ന് 3.0 1.8 പോർട്ട് വരുന്നു കണക്ടറിലേക്ക്. അത് അതിന്റെ വർക്കിംഗ് ഇൻ വോൾട്ടേജ് വരുന്നുണ്ട്, പക്ഷെ ഇനേബിൾ വോൾട്ടേജ് മിസ് ചെയ്യാം. ട്രാക്ക് ചെയ്യാറും ഒക്കെ കണച്ചപ്പോന്ന് CPU ഇല്ല. അപ്പൊ നമുക്കത് പുറത്ത് ഏതെങ്കിലും ഒരു 3.0 1.8 ആ 2 വോൾട്ട് എടുത്തായിട്ട് കൊടുത്താൽ മതി. ഡിസ്പ്ലേ ഇട്ട് കഴിഞ്ഞാൽ ഡിസ്പ്ലേൻ്റെ ID എന്ന് പറഞ്ഞ ലൈൻ ഉണ്ട്, ഡിസ്പ്ലേ ID. ആ ഡിസ്പ്ലേ കണക്ട് ചെയ്യുന്ന സമയത്താണ് CPU അറിയുന്നുള്ളത്, നമ്മൾ ഡിസ്പ്ലേ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയുന്നുള്ളത് ID ലൈൻ വഴിയാണ്. ആ ID ലൈന് കണക്ട് ആയി കഴിഞ്ഞാൽ മാത്രമേ എനേബിൾ വരുത്തുള്ളൂ. ഡിസ്പ്ലേ കണക്ട് ചെയ്തിട്ട് ഞാൻ LDO വോൾട്ടേജ് LDO വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി LDO എന്ന് പറയുന്നുള്ളത് ഡിസ്പ്ലേ കണക്ടർ നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് വന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ ഡിസ്പ്ലേ കണക്ട് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേൻ്റെ കാല് ഷോർട്ടായിട്ടാണ് LDO നമുക്ക് അടുത്തേക്ക് വരുന്നുള്ളത്, ICയിലോട്ടേക്ക് വരുന്നുള്ളത്.
അപ്പോൾ അതുകൊണ്ട് അപ്പൊ അത് വരും, പക്ഷെ ബാക്കി വരുന്നുള്ളത് ഡിസ്പ്ലേ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വരത്തുള്ളൂ. ഇത് കടന്ന ഡിസ്പ്ലേ LED ആണ്, അതിനകത്ത് LCD ഇട്ടേക്കുന്നത്. അത് വെച്ച് കണക്ട് ചെയ്ത് നോക്കിയത്. അന്നേരം ഗ്രാഫിക്സ് ഐസിന്ന് വരുന്ന 3 വോൾട്ടേജ് ഡിസ്പ്ലേ കണക്ടർ വരുന്നില്ല. അതിനകത്തെ ഈ ഗ്രാഫിക്സ് ഐസിക്ക് ഇനേബിൾ വോൾട്ടേജ് വരുന്നുണ്ട്. അതിനകത്ത് ELVSS അല്ല ES വയർ എന്ന് പറഞ്ഞ 2 കണക്ഷൻ ഉണ്ട്. 2 കണക്ഷന് ഡിസ്പ്ലേ കണക്ടർ എന്നാണത് വരുന്നത്. ഡിസ്പ്ലേ കണക്ടർ അല്ല, ഈ ഗ്രാഫിക്സ് ഐസിക്ക് വർക്കിംഗ് ആയിട്ട് 2 വോൾട്ടേജ്, അതായത് ഫീഡ്ബാക്ക് വോൾട്ടേജ് വരുന്നുണ്ട് വർക്കിംഗ് വോൾട്ടേജ് ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇനേബിൾ വോൾട്ടേജ് ആയിട്ട് വല്ലതും ഈ ഐസിക്ക് വരുന്നുണ്ട്. ഏത് മോഡലാ? M31S. M31S. ഒരു മിനിറ്റ്. ബോർണി ഒന്ന് ഓപ്പൺ ആട്ടെ. വേറെ ഒന്നൊക്കെ ഉണ്ട്. LD ഒന്ന് ഓപ്പൺ ആട്ടെ കേട്ടോ. ഓപ്പണായി നോക്കി പറഞ്ഞുതരാം. എനിക്ക് ഡൗട്ട് സാറേ, ഈ LDയുടെ കാര്യം പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ LDയുടെ ഇനേബിൾ വോൾട്ടേജ് ആയിട്ട് 2 വോൾട്ടേജ് വരേണ്ടത് വരുന്നില്ല. അത് ഡിസ്പ്ലേ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യുമ്പോൾ കാണിക്കണ്ടേ? ആ ഡിസ്പ്ലേ കണക്ട് ചെയ്യുമ്പോൾ LD വോൾട്ടേജ് നമ്മൾ അതിലോട്ട് എത്തിക്കത്തും. അല്ല, LDയുടെ 2 വോൾട്ടേജ് ഔട്ട് ഇറങ്ങുന്നുണ്ട്. ഔട്ട് LCD കണക്റ്റിലോട്ട് വരുന്നുണ്ട്. ഔട്ട് വരുന്നുണ്ട്. അത് അല്ല വരുന്നുണ്ട്, പക്ഷെ അത് മിസ് ചെയ്യാം. അതിപ്പോൾ ഇപ്പം പറഞ്ഞു. ഒരു മിനിറ്റ്, ഇപ്പം പറഞ്ഞുതരാം കേട്ടോ. ഞാനത് ഓപ്പൺ ആക്കിയിട്ട് പറഞ്ഞുതരാം. മോഡൽ ഏതാ പറഞ്ഞത്? M317. ഓക്കെ. ഒന്ന് ഓപ്പൺ ആട്ടെ. ഡിജിൽ എന്തൊക്കെയുണ്ട്? വീട്ടിലെത്തിയാ? ഷോപ്പിലുള്ളതാ? രാത്രിയുണ്ട്. സാംസങ് M സീരീസ് അല്ലടാ? M സീരീസ് M317. 317F. ഓക്കെ, ഒരു മിനിറ്റ് ഓണാക്കട്ടെ. ലോഗോ ലെവൗട്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എഴുതി വെക്കാം. എഴുതി വന്നിട്ട് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ചോദിച്ചാൽ മതി. ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ വാട്സപ്പിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ന് വെച്ചാൽ ക്ലാരിറ്റി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ്സിനെ പറ്റി ചിന്തിച്ചത്. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ബോർണിയോ സ്ക്രീൻ എനേബിൾ ആയോ? ഓക്കെ. ഡിസ്പ്ലേ കണക്ടർ ഇത് 2 വോൾട്ടേജാണ്. VDD LCD 3.0 വോൾട്ടേജും അതേപോലെ തന്നെ VDD LC 1.8 വോൾട്ടേജും കാണുന്നുണ്ടോ? മിസ്സിങ് ആണ്. അപ്പോൾ ഇത് വരാതെ നിൽക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇത് എവിടുന്നാണോ വരുന്നില്ല നോക്കണം. അപ്പോൾ എന്താ വെച്ചാൽ ഇത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നേരെ പോവാം. നേരെ പോയിട്ടാകുമ്പോൾ നമുക്ക് ഈ സാധനം കാണുന്നുള്ളത് LDOൻ്റെ അകത്തു നിന്നാണ് ഈ വോൾട്ടേജ് വരുന്നത്. കണ്ടില്ലേ? ഈ LDOൻ്റെ അകത്തിന് വോൾട്ടേജ് വരുന്നത്. LDOൻ്റെ അകത്ത് 4 പിന്നാണുള്ളത്. ഒന്ന് ഇന്ന്, ഒന്ന് ഔട്ട്, ഒരു ഗ്രൗണ്ട്, ഒരു എനേബിൾ. ഇവിടെ നമുക്ക് എനേബിൾ വരുന്നത് ഇവിടുന്ന് നോക്കാം. LCD എനേബിൾ വന്നാൽ മാത്രമേ ഇവിടുന്ന് ഔട്ട് ഇറങ്ങത്തുള്ളൂ.
അപ്പോൾ നമ്മൾ നേരെ ഇത് കോപ്പി ചെയ്തിട്ട് അത് എവിടെ നിന്നാണ് വരുന്നുള്ളത് നോക്കാം. അത് നേരെ വരുന്നുള്ളത് CPU-ൻ്റെ അകത്തു നിന്നാണ്. മനസ്സിലായില്ല? അപ്പോൾ 1.8 വോൾട്ടേജ് സെപ്പറേറ്റ് ഒന്ന് ഇട്ട് നോക്കാം. സക്സസ് ആവാനുള്ള സാധ്യത കുറവാണ്, എന്നാലും ചില കേസിൽ വർക്ക് ആവാറുണ്ട്. 1.8 വോൾട്ടേജ് ആ ലൈനിലോട്ട് ഇട്ട് കൊടുക്കുക. ഏത് ലൈനിലേക്ക്? LDOൻ്റെ ഇൻപുട്ട് എനേബിൾ ലൈൻ പറഞ്ഞതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് എനേബിൾ ആണെന്നുള്ള ലൈനിലല്ല. ഇപ്പോൾ എല്ലാ വോൾട്ടേജും എല്ലാ സമയത്തും വരില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ 2 വോൾട്ടേജും വരാതെ സ്ഥിതിക്ക് നമ്മൾ ചെക്ക് ചെയ്യേണ്ട പാത്ത് എന്ന് പറയുന്നുള്ളത് ഇവിടെ വരാം. ഇവിടെ വന്നിട്ട് ഇതിൻ്റെ അകത്ത് ഈ LCD ഡിറ്റക്റ്റ് എന്ന് പറയുന്നൊരു ലൈന് കണ്ട. ഈ ലൈന് ഡിറ്റക്റ്റ് ആയാൽ മാത്രമേ CPU എനേബിൾ കൊടുക്കത്തുള്ളൂ. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? ഈ റെസിസ്റ്ററിൻ്റെ ഈ ഒരു ഭാഗത്ത് 1.8 വോൾട്ടേജും നേരെ താഴോട്ട് സൈഡിലും 1.8 വോൾട്ടേജ് കിട്ടുന്നത് നോക്കണം, ഡിസ്പ്ലേ കണക്ട് ചെയ്യാണ്ട്. മുമ്പ് അതിനുശേഷം ഡിസ്പ്ലേ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ LCD ഡിറ്റക്റ്റ് എന്ന് പറയുന്ന ലൈന് ഗ്രൗണ്ട് ആയിട്ട് മാറും. മനസ്സിലായില്ല? അപ്പോൾ അവിടെ ഡിറ്റക്റ്റ് വരുന്നുള്ളത് ആ ലൈന് ഗ്രൗണ്ട് ആകുന്ന സമയത്താണ് CPU-ക്ക് മനസ്സിലാകുന്നത് ഡിസ്പ്ലേ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതിന് ശേഷം മാത്രമേ ആ എനേബിൾ വരത്തുള്ളൂ. ഇപ്പം 2 എനേബിൾ ഒന്നിച്ചിട്ട് എന്തായാലും മിസ്സാവില്ല. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് പ്രോബ്ലം. ചിലപ്പോൾ ഈ റെസിസ്റ്റർ മിസ്സായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ റെസിസ്റ്ററിൻ്റെ വാല്യൂവിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ ഡിറ്റക്റ്റ് എന്ന് പറയുന്നുള്ള ലൈന് ട്രാക്ക് മിസ്സിങ് ആവുക. അപ്പോൾ ആ ലൈന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ വോൾട്ടേജ് നോക്കിയാൽ മതി. ഈ വോൾട്ടേജിൻ്റെ ലൈൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് എത്രാമത്തെ ലൈൻ പറയുന്നുള്ളത്? നമ്മളെ 53ാമത്തെ കണക്ഷനാണ്. ഓൾമോസ്റ്റ് ആ ഡിറ്റക്റ്റ് വരാതിൻ്റെ മെയിൻ കാരണം ഇയാളായിരിക്കും. ഏതാടാ? അതേപോലെ ഈ ഗ്രാഫിക്സ് ഐസിക്ക് ഇനേബിൾ വോൾട്ടേജ് ആയിട്ട് വല്ലതും വരുന്നുണ്ടോ? ഐസിക്ക് അതിനകത്ത് വയറെന്ന് പറഞ്ഞ 2 ലൈൻ വരുന്നുണ്ട്. ഒന്ന് LCD കണക്റ്റിലോട്ട്, ഒന്ന് CPU-ലോട്ട് പോകുന്നത്. ഒരു മിനിറ്റ് പറയട്ടെ, നോക്കട്ടെ. ഗ്രാഫിക് ഐ സി ഇത് ഗ്രാഫിക് ഐ സി എന്ന് പറയുന്നുള്ളത് ഈ 3 വോൾട്ടേജ് വരുന്നുണ്ട്. 3 വോൾട്ടേജ് മിസ്സിംഗ് ആണോ? ഓക്കെ ഓക്കെ. അടുത്ത ഓപ്ഷൻ പറഞ്ഞുതരാം. ഇതാണ് IC വരുന്നത്. ഈ ICയിൽ ഈ 3 വോൾട്ടേജ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളെ 2 കണക്ഷൻ വരുന്നുണ്ട്. EL on 1, EL on 2 കാണുന്നുണ്ടോ? ഈ കണക്ഷൻ വരുന്നുള്ളത് ഡിസ്പ്ലേ കണക്ടറിൻ്റെ അകത്തുനിന്നാണ്. ഡിസ്പ്ലേ കണക്ടറിൻ്റെ വോൾട്ടേജ് ഏതറിയാം? നേരത്തെ നമ്മൾ പറഞ്ഞ 1.8 വോൾട്ടേജും 3 വോൾട്ടേജുമാണ് ഇടത്തേക്ക് വരുന്നത്. മനസ്സിലായാ? അപ്പോൾ അത് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ CPU എന്ത് ചെയ്യണം? എനേബിൾ സിഗ്നൽ കൊടുക്കണം. അപ്പോൾ ആ ഒരു വോൾട്ടേജ് വന്നാൽ മാത്രമേ ഉള്ളൂ ഈ ഗ്രാഫിക് ഐ സി വർക്ക് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഗ്രാഫിക് ഐ സി വർക്ക് ചെയ്യില്ല. ആദ്യത്തെ സ്റ്റാർട്ടിങ് നോക്കിയാൽ മതി. യെസ്, ഓക്കെ ആണല്ലോ. പറഞ്ഞോ, വേറെ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ലിബിൻ കയറിയാ? ഷോപ്പ് കയറിയാ? അവിടെ മേലെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ചെയ്. ഓക്കെ. കയറിയാ? എങ്ങനെയുണ്ട് വർക്കല്ലോ? കയറിയതാ? ഓക്കെ. ചെയ്യുന്നുണ്ട്. ഓക്കെ. അങ്ങനെ നല്ല ചെയ്താൽ മതി. ഓക്കെ. അനൂപ് കയറിയടാ? ഷോപ്പ് കയറിയാ? അത് മ്യൂട്ടിലാണുള്ളത്, ഓഡിയോ മ്യൂട്ടിലാണുള്ളത്.
ഡിജിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിച്ചോ കേട്ടോ. പെട്ടെന്ന് ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഓക്കെ, അത് എഴുതി വെച്ചാൽ മതി, നമുക്ക് പെട്ടെന്ന് വരുമ്പോൾ കിട്ടത്തില്ല. ഞാനിപ്പോ ക്ലാസ് നാളെ മുതൽ എഴുതി വെക്കണം, കാരണം പെട്ടെന്ന് ഡൗട്ട് കിട്ടത്തില്ല. ഞാനിങ്ങനെ ആലോചിക്കാം, നിങ്ങളെ ക്ലാസ് കണ്ടിട്ട് എങ്ങനെയുണ്ട്, ഇടയ്ക്ക് ഡൗട്ട് ഉണ്ടാവും, അതൊന്നും നോക്കണ്ടേന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. അല്ല, ക്ലാസ് ആയിട്ടല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് ഡൗട്ട് ഉണ്ടോ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. ഓരോരുത്തരുടെ ഡൗട്ട് അത് ക്ലിയർ ആയിക്കോളൂ. പറഞ്ഞോടാ. ഞാൻ സെറ്റ് ഇന്ന് ചെയ്തതാണ്. സാംസങ് അല്ല, റെഡ്മിന്റെ നോട്ട് 10 പ്രോ. അപ്പൊ മുമ്പ് CPU ചെയ്തിട്ട് ഓക്കെ ആയി, പിന്നെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും വന്നതാണ് ഡെഡ് ആയിട്ട്. വീണ്ടും ചെയ്തപ്പോ ഓൺ ആയിട്ടുണ്ട്, പക്ഷെ അതിന് വൈഫൈ മാത്രം ഓൺ ആണില്ല. വൈഫൈ ഓൺ ആകുമ്പോ ഓൺ ആവുന്നുണ്ട്, പക്ഷെ ഓൺ കാണിക്കണില്ല, ഒന്നും വരുന്നില്ല. വൈഫൈ വീണ്ടും ഞാൻ CPU നോക്കി, അതേപോലെ തന്നെ വൈഫൈ റീബോൾ ചെയ്തു. ബാക്കിയുള്ള വോൾട്ടേജും കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ട്, പക്ഷെ വൈഫൈ മാത്രം കിട്ടുന്നില്ല. ബ്ലൂടൂത്ത് ഉണ്ട്, എല്ലാ സംഭവവും വൈഫൈ പോയതാ. പിന്നെ ഈ ഉണ്ടല്ലോ സെറ്റിംഗ്സ് നോട്ട് റെസ്പോണ്ടിങ് എന്നുള്ള അതും കാണിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടാ. ഇടയ്ക്ക് വരുന്നുണ്ട്. ജസ്റ്റ് റീസെറ്റ് ചെയ്താൽ മതി. ഫോർമാറ്റ് ചെയ്യാം. ഫോർമാറ്റ് ചെയ്തിട്ടില്ല, ചെയ്ത് നോക്ക്. യാസർ അറഫാത്ത്. സാറേ ഒരു ഡൗട്ട് കൂടെ ചോദിച്ചോട്ടെ. പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ലാപ്ടോടെ സാറിന് മെസ്സേജ് ലാപ്ടോടെ 2 ക്ലൗഡ് കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. CPU ചെയ്ത് നോക്കാൻ വേണ്ടി എടുത്തത്. അത് ലാപ്ടോടെ ഒരു ബോർഡ് ഞാൻ ഗ്ലൂ കട്ട് ചെയ്തു, അതായത് ബോർഡ് വർക്കിംഗ് ആയിരുന്നു, 1000 വരെ ഓണായി വരുന്ന ബോർഡാണ്. അത് ഗ്ലൂ കട്ട് ചെയ്ത് അതിന് ശേഷം ഞാൻ DC വന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു 80 വന്ന് സ്റ്റക്കായി നിൽക്കുന്നു ബോർഡ്. അങ്ങനെ അത് CPU ഈ ബോർഡ് വന്നാൽ പുറത്ത് ചാടിയിട്ടാണോന്ന് വെച്ച് ഞാൻ ഇറക്കി റീബോൾ ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ സെയിം കണ്ടീഷൻ. ആ സൈഡിലുള്ള റെസിസ്റ്റർ ലൂസ് ആയതാ, അതിന്റെ കംപ്ലൈന്റ് ഉണ്ട്. അതേപോലെ ഞാൻ രണ്ടാമത് ഒരു ബോർഡ് എടുത്തിട്ട് ചെയ്ത് നോക്കി, ഒരു 500 വരെ പോയിട്ട് അതായത് ഡിസ്പ്ലേ ഇടുമ്പോൾ ലോഗോയിൽ വരും, ഓഫ് ആവും, ഓൺ ആവും. അത് അങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നു. അത് തൊട്ട് സൈഡ് കോമ്പൗണ്ട്സ് ഒക്കെ നോക്കി, അത് മിസ്സിംഗ് ഒന്നുമില്ല. വേറെ എന്ത് കംപ്ലൈന്റ് ഉണ്ട്? അത് ഗമ്മുള്ള സാധനം സൈഡിൽ CPU ചുറ്റുഭാഗത്ത് വരുന്നുള്ളത് എല്ലാ കോമ്പോണൻസിനും ഗമ്മുണ്ട്. നമ്മൾ ആ ഗ്ലൂ കട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഡിസ്കണക്റ്റ് ആയിട്ടുണ്ടാവും. നമുക്കത് അറിയത്തില്ല, നമ്മൾ കാണുമ്പോൾ അത് കറക്റ്റായി ഇരുന്നത് പോലെ ഉണ്ടാവും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡിലുള്ള ഗ്ലൂ മൊത്തം, അത് വെച്ച് കഴിഞ്ഞാൽ കോമ്പോണൻസ് ഉള്ള ഭാഗത്തുള്ള ഗ്ലൂ മൊത്തം ക്ലീൻ ചെയ്യാം. അതിനുശേഷം ടൂസർ ഉപയോഗിച്ചിട്ട് സൈഡിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ആടുന്നതായിട്ട് കാണാൻ പറ്റും, ഒരു സൈഡ് മാത്രം. അങ്ങനെയുള്ള റെസിസ്റ്റർ റിമൂവ് ചെയ്തിട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ CPU ഗ്ലൂ കട്ട് ചെയ്തതിന് ശേഷം ഒരിക്കലും കൂടി എന്തെങ്കിലും ഓൺ ചെയ്ത് നോക്കണം. ഓൺ ചെയ്തിട്ട് ഓൺ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ കൺഫേം ആണ് നമ്മൾ ഗ്ലൂ കട്ട് ചെയ്തതിൻ്റെ പ്രശ്നമാണ്. കാരണം ഏതൊരു സ്പെയർ രണ്ടാമത് വന്ന ബോർഡ് ഞാൻ ഇറക്കി റീബോൾ ചെയ്തിട്ട് റീബോൾ ചെയ്തിട്ട് സെറ്റ് ഓൺ ആയി. പിന്നെ ലാൻഡോട് ചെയ്ത് നോക്കാന്ന് വെച്ച് അങ്ങനെ ലാൻഡ് ഇറക്കി റീബോൾ ചെയ്തിട്ടപ്പോഴാണ് ഈ 500 വന്നിട്ട് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യും, ലോഗോയിൽ വരും, റീസ്റ്റാർട്ട് ആവും. ഏതെങ്കിലും ഒന്നല്ലെങ്കിൽ ലെഡ് എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടാവും, ഐസിൻ്റെ ഇടയിൽ കുടുങ്ങി കിടക്കുന്നുണ്ടാവും. ഈ 500 പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈറ്റാവും. തെർമൽ ക്യാമറ ഉണ്ടോ കയ്യിൽ? തെർമൽ ക്യാമറ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ 500 വരുന്ന സമയത്ത് ഒരു IC ഹീറ്റാവും. ആ IC ചെയ്ത് നോക്കിയാൽ മതി. ഇങ്ങനെ അപ്പായി പോകുന്നതാണ്. ആ അപ്പായിട്ട് പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഷോർട്ട് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് റിട്ടേൺ അടിക്കും, 0 വരും. ആ സമയത്താണ് റീസ്റ്റാർട്ട് വരുന്നത്. അങ്ങനെ നോക്കിയാൽ മതി. അനൂപ് എന്താ ഇടാ കയറിയാ? ഷോപ്പ് കയറിയാ? തുടങ്ങിയാ?
ഷോപ്പ് ഇല്ല, ഞാനിവിടെ ഷോപ്പ് വെച്ച് പുതിയ എവിടെ അത്? ഇവിടെ മുബാറക് ഇല്ലേ ക്ലോത്ത് സ്റ്റോർ? ആ അതന്നെ ഉള്ളിലോട്ടൻ. ആണോ? അവന് ഞാൻ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇല്ല, ആരോടെ അങ്ങനെ പറഞ്ഞിരുന്നു? അടുത്തന്നല്ല, ഞാൻ വരാം നാളെ അങ്ങോട്ട്. പായ ബസ് സ്റ്റാൻഡ് അല്ലേ? ആ ഓക്കെ ഓക്കെ. ആ ചെറിയൊരു മറ്റേ സെറ്റർ ഉള്ളതാ? അവിടെ ഷോപ്പ് വർക്ക് കിട്ടും കേട്ടോ, ഡയറക്റ്റ് കസ്റ്റമർ കിട്ടിയില്ല. അതന്നെ, അതാ ഷോപ്പ് വർക്ക് കുടിച്ചാൽ മതി. വേറെ ആർക്കും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് ആയിട്ട് തന്നെ എടുക്കാം കേട്ടോ. നിങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്താൽ മതി, ഏതെങ്കിലും ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ക്ലാസ് ആയിട്ട് എടുത്തുതരാം. ഇപ്പോൾ ഡൗട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ല ചിലപ്പോൾ അത് ക്ലാസ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്ത് ഒന്നും അറിയാണ്ടാണ് നമ്മൾ പഠിക്കാൻ വരുന്നത്. നമുക്ക് വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല, ചിപ്പ് ലെവലിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല. ഏതാ? എടുക്കാം. നമ്മൾ പഠിക്കാൻ വരുന്ന സമയത്ത് നമുക്ക് വലിയ ഡൗട്ട്, അങ്ങനെ ഒരു വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ കേട്ടിട്ട് മൈൻഡിൽ വിടുന്ന പല സാധനം നമുക്ക് ആവശ്യമുള്ളതാണ്. ഇപ്പം ഞാൻ നേരത്തെ ഷെഫീഖിനോട് പറഞ്ഞ സാധനം ഞാൻ ക്ലാസ് എടുത്തതായിരുന്നു. നമ്മൾ ഇതിൽ കേട്ടിട്ട് അപ്പുറത്ത് വിട്ടു, നമുക്ക് ആ സമയത്ത് നമുക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിലവിൽ നിങ്ങൾ സർവീസ് ചെയ്യാൻ തുടങ്ങി, IC വർക്ക് ചെയ്യാൻ തുടങ്ങി, മൈക്രോ ജമ്പർ ചെയ്യാൻ തുടങ്ങി, നമ്മൾ കുറച്ചും കൂടി ഡീപ്പ് ലെവലിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇനി കുറച്ചും കൂടി ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലെവലിൽ നിന്ന് വേറെ ലെവലിലോട്ട് മാറാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾക്ക് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ക്യാച്ച് ആവും, കാരണം നമുക്ക് ആ കംപ്ലൈൻറ്റ് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ വരുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഏതാണോ ഡൗട്ട്സ് ഉള്ള